അനുതാപത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും മനസ്താപത്തിൻ്റെയും പരിശുദ്ധ വരികളെ ധ്യാനിക്കുന്ന ഈ നോമ്പ് കാലഘട്ടത്തിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ ധ്യാനിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നമുക്കേവർക്കും സുപരിചിതമാണ്. ധനവാനെ കണ്ട് പഠിക്കരുതെന്നും ധനവാനിലുള്ള അവഗണനയുടെ തലങ്ങൾ നമ്മിൽ ഉണ്ടാകരുതെന്നും ആവർത്തിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ ലാസർ എന്തുകൊണ്ടാണ് സ്വർഗത്തിന് അർഹനായി തീർന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോയിട്ടുണ്ട്. എന്തു ഗുണമായിരുന്നു, എന്ത് നന്മയായിരുന്നു ലാസറിനെ സ്വർഗത്തിന് അർഹനാക്കിയത്? സ്വർഗത്തിന് അർഹനാകാൻ തക്കതായ നന്മകളൊന്നും ലാസർ ചെയ്തതായി സുവിശേഷം വരച്ചു കാണിക്കുന്നില്ല. എന്നിട്ടും അവന് സ്വർഗം സമ്മാനമായി നൽകി എന്ന് സുവിശേഷം പറയുന്നുമുണ്ട്. അപ്പോൾ സ്വർഗം ലഭിക്കാൻ തക്കവിധം ലാസർ തന്റെ ജീവിതത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട്. ലാസറിന്റെ ദാരിദ്ര്യമല്ല, ലാസറിന്റെ പട്ടിണിയല്ല ലാസറിനെ സ്വർഗത്തിന് അർഹനാക്കിയത്. ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും നടുവിൽ ദൈവത്തെ തള്ളി പറയാതെ തനിക്ക് ലഭിച്ച സഹനങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറായതാവാം അയാളെ സ്വർഗത്തിന് അർഹനാക്കിയത്. അഷ്ടഭാഗ്യങ്ങളിലെ പ്രധാന ചില തിരുവചനങ്ങൾ ഇവിടെ ബാധകമാകുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നു: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ലാസർ ആത്മാവിൽ മോഹങ്ങളുടെ കാര്യത്തിൽ ദരിദ്രനായിരുന്നു. അതിനാൽ സ്വർഗരാജ്യം അവൻ്റേതായി. വിശപ്പ് മൂലം വിലപിച്ച അവൻ സ്വർഗം നൽകി ആശ്വസിപ്പിക്കപ്പെട്ടു. തന്റെ ദുരിതാവസ്ഥയിൽ അയാൾ ശാന്തനായി നിലനിന്നതിനാൽ സ്വർഗം എന്ന ഭൂമി അവൻ അവകാശമാക്കി. യേശു പറഞ്ഞ ഉപമയിൽ ഒരേ ഒരു കഥാപാത്രത്തിന് മാത്രമേ അവിടുന്ന് പേരിട്ടിട്ടുള്ളൂ. അത് ലാസറിനാണ്. ദൈവം രക്ഷിക്കുന്നു എന്നതാണ് ആ പേരിന്റെ അർത്ഥം. ദൈവമല്ലാതെ ആരും തുണയ്ക്കാനില്ലാത്ത സമ്പൂർണ്ണ നിസ്വനായിരുന്നു ലാസർ. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ വസ്ത്രവും പാർപ്പിടവും ഭക്ഷണവും ഇല്ലാതിരുന്നിട്ടും ദൈവത്തെ പഴിക്കാതെ ദൈവത്തിൽ ശരണം ഗമിച്ച് ജീവിച്ച വ്യക്തിയാണ് ലാസർ. അതിനാൽ മാത്രമാണ് അയാൾ സ്വർഗത്തിന് അർഹനാകുന്നത്. കഷ്ടതയുടെ കാലങ്ങളിലെല്ലാം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീല ആത്മധൈര്യവും, ആത്മധൈര്യ പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. എത്ര കഠിനമായിട്ടുള്ള സഹനാനുഭവങ്ങളിലും വേദനകളിലും മുറിവുകളിലും ദൈവത്തിൽ പൂർണ്ണമായി ശരണം ഗമിച്ച വ്യക്തികളായി രൂപാന്തരപ്പെടാൻ നമുക്ക് ശ്രമിക്കാം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ ഭക്ഷണം ഒരു നേരം വേണ്ട എന്നൊക്കെ വയ്ക്കുന്ന ഈ നോമ്പ് കാലഘട്ടത്തിൽ ആ ഒരു നേരത്തിന്റെ പണം വീട്ടുപടിക്കൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ലാസർമാരിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി സർവേശ്വരൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.